ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിംഗ് എന്താണ്, അവരുടെ ഒരു ട്രൂ ഇമോഷൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പിണക്കത്തിലോ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷേ അവരുടെ ഒരു മാനിഫെസ്റ്റേഷനോ അതുതന്നെയായിരിക്കാം. നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലാനാണ് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അപ്പോളജി പറയാനും ഈ ഒരു പേഴ്സൺ റെഡി ആണെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളായിട്ട് ഇനി ഈ ഒരു പേഴ്സണിലേക്ക് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് ഒന്ന് ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് മനസ്സിനകത്ത് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളോടത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ആ ഒരു ഫീലിങ്സ് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യാത്തത് ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളായിട്ട് ചെല്ലാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.